വെള്ളാരത്താരം പെണ്ണിൽ തേവാരം നോൽക്കുന്നേ, ഞാൻ തുമ്പിൽ മന്ദം മന്ദം ചൊല്ലി പൂക്കുന്നീനത്തിൽ മഞ്ഞേടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ട് ഈറം മാറ്റി ശീലങ്ങൾ കാണാതെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നെ തന്നെ നിന്നെ തന്നെ. ഈ സന്തോഷ് വർക്കിയെ ഒരു ഏത് പോയിന്റിൽ ഉപയോഗിക്കാന്ന കുറച്ചുകൂടി എല്ലാ പോയിന്റിലും ഉപയോഗിക്കും. പുള്ളി എന്റെ നമ്മളെ ഇട്ട് ഊക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ നമ്മൾ വിടാറില്ല. മിന്നലുള്ള സോങ് പൃഥ്വിരാജ് പാടിയാൽ അങ്ങനെ ഇരിക്കും. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഒരാളുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അവരില്ലേ? ചിലരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിലോട് കയറുന്ന പറഞ്ഞ പോലെ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ലാലിന്റെ ഒക്കെ ബ്ലാക്കിലെ ഡയലോഗ് ഒക്കെ ഫുള്ള് ഒറ്റ സ്പെഷ്യൽ പറയാറ്. ഈ പറഞ്ഞ പീതാർന്ന് കൂരത്തെ കൊണ്ട് യാത്ര തുടങ്ങുമ്പോ കൈ കരുതാറൊന്നും ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മവിശ്വാസം. ഹരിഹരൻ സാറിന്റെ ഒരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ വാനവില്ല് നീയേ മുന്തിരി പാടം പൂത്ത് നിക്കണ മുറ്റത്ത് കൊണ്ടോവാം, മുത്ത് പോലെ നിന്നെ നെഞ്ചിൽ കാത്ത് വെച്ചോളാം വെച്ചോളാം. നമ്മൾ ഈ ടാലന്റ് ഇൻ അബ്യൂഡൻസ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷില്, ഒരുപാട് കഴിവുകളുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് കഴിവ് തെളിയിച്ച ഒരാൾ, അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് അജിയെ കാണുമ്പോൾ. ഇൻസ്റ്റാ റീൽസിൽ മിമിക്രി കലാകാരൻ എന്നുള്ള രീതിയിൽ വലിയ പ്രതീക്ഷയും വലിയ അത്ഭുതമാണ് ഈ മനുഷ്യൻ. നമസ്കാരം അജയ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ വലിയ ഫാനാണ് നിങ്ങളുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ് മിമിക്രിയിലൂടെ ചെയ്യുന്നത്. അതിന് ഏറ്റവും അധികം ഹിറ്റ് ചെയ്ത് നമ്മൾ ഈ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഓഫ് ക്യാമറ പറഞ്ഞ പോലെ ഈ ഫിസിക്സിലോ പറയുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോ, ഈ ആക്ച്വലി ബിടെക്കിന് കുറച്ച് സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു 6 മാസം ഗ്യാപ്പ് വന്നപ്പോ കുറച്ച് ഇങ്ങനെ ഒരു 10 സപ്ലി ഉണ്ടായിരുന്നു ഓവറോൾ. കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറച്ച് സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ ഒരു വൈബ് പിടിച്ചു. അത് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞിട്ട് കൂടുതലുള്ള കുറച്ച് പേർക്ക് പ്ലേസ്മെന്റ് ഒക്കെ ആയി. അപ്പൊ ഒരു എന്താ പറയാ, ഒരു 6 മാസം ആദ്യത്തെ 6 മാസം ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിരുന്നു. ട്യൂഷൻ എന്ന് വെച്ചാൽ ക്ലാസ് പോലെ ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ ബേസിക്സ്, കോഡിംഗ് ഒന്നും അല്ല, അങ്ങനെയൊക്കെ കുറച്ച് ബേസിക്സ് പഠിപ്പിക്കാനായിട്ട് ഒരു 6 മാസം അങ്ങനെ ഓടിയിരുന്നു. അപ്പൊ അത് ഈ ഇതുപോലെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുവിധം ബൈഹാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അവരടുത്ത് മിമിക്രിയിൽ പടച്ചൂടാ, ആരും അങ്ങനെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഇതൊന്നും വിടാന്ന് വിചാരിച്ചു. അത് ഒരുപാട് പേര് എൻജോയ് ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞത് കുറച്ചൊരു റെയർ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ പ്രചോദേട്ടൻ, ബിജുക്കുട്ടൻ ചേട്ടൻ അവരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നതിന്. ഈ പാട്ടില് വേരിയേഷൻസ് കൊണ്ടുവരുന്നത് ആളുകൾ ചെയ്തിരുന്നു. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ സുജാത അമ്മേനെ എടുത്തിട്ട് അവര് പാടുന്ന ഒരു പാട്ട്, ഇപ്പൊ സന്ധ്യേ ആ പാട്ട് തന്നെയായിരിക്കും അവരെടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ദാസേട്ടനെ എടുക്കുകയാണെങ്കിൽ ജാതിഭേദം മതദ്വേഷം തന്നെയായിരിക്കും ദാസേട്ടനെ വെച്ചിട്ട് പാടുക. പക്ഷെ അജയ് വ്യത്യസ്തമാക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പാട്ടിൽ തന്നെയാ പല 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 ആളുകളെ മാറി വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അതാണ് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്തത് ആളുകൾ. ഒരു സ്പേസ് നമ്മളിങ്ങനെ ചെയ്യുന്ന ആളുകൾ ചിന്തിച്ചത് ആ പാട്ടിലെ ഒരു വെറൈറ്റി ചെയ്തു തുടങ്ങിയപ്പോൾ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന വെച്ചാൽ പിച്ച് പോവാണ്ട് നോക്കാറുണ്ട് മാക്സിമം. പിന്നെ അതിന്റെ ഒരു എന്താ പറയാ, ഏതൊക്കെ ആക്ടേഴ്സ് വെച്ചാൽ എവിടെയൊക്കെ ഫിറ്റ് ആവും, മാക്സിമം വൃത്തിയിടാവാണ്ട് ചെയ്ത് മാറി പോകാനാണ് പരിപാടി. ഈ പാട്ടിന്റെ മിമിക്രിയുടെ തുടക്കം എവിടുന്നാ? പാട്ടിന്റെ മിമിക്രി എന്റെ മോനൊരു സ്ഥലത്ത് ബ്രോ, ഞാൻ കുറെ നാള് ഞാൻ പറഞ്ഞല്ലോ കരിയർ ഒന്ന് ഡൗൺ ആയി 2018-19. ഞാൻ പഠിക്കാനായിട്ട് പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ആദ്യം ഡെവലപ്പർ ആയിരുന്നു, കുറച്ചൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഡൗൺ ആയി മൊത്തത്തിൽ പോയ സമയത്ത് ഒരു ദിവസം മോൻ ഇങ്ങനെ, ഞാൻ പരിപാടിയൊക്കെ വിട്ടു. മിമിക്രിയൊക്കെ ഞാൻ മുമ്പ് ഏഷ്യാനെറ്റിലൊക്കെ മറ്റു ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കോമഡി ഉത്സവത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു, കരിയറിലോട്ട് ശ്രദ്ധിച്ചപ്പോൾ മോനൊരു ദിവസം ഇങ്ങനെ കുതന്ത്രം റാപ്പ് ഇങ്ങനെ പാടുന്നുണ്ട് സ്റ്റേജിൽ നിന്ന്. അപ്പോൾ കുറച്ച് പേരെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ അപ്പോഴേക്കും ഭയങ്കര ഇൻസ്റ്റയൊക്കെ ഭയങ്കര ഫ്ലഡിങ് ആണ്, ഒരുപാട് ആളുകളൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഞാൻ കുറച്ച് ലാഗായിപ്പോയി തിരിച്ചു വരാനായിട്ട്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയ ജാട സോങ് എടുത്തിട്ട് മറ്റേ നിങ്ങൾ കേട്ടുണ്ടാവും, ആ സാധനം വെച്ചിട്ടാണ് പിന്നെ ഒരു റീ എൻട്രി കിട്ടുന്നത്. താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ആ സാധനം ചെയ്ത് അത് കയറി കൊളുത്തി സംഭവം. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു
എനിക്ക് ഒരു തവണ എങ്ങാണ്ട് മഹേഷ് ഇങ്ങനെ ഒരു സാധനം ആ, ചെയ്തിട്ടുണ്ട്, ഇലുമിനാറ്റി സോങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര റിഫ്രഷ്, ഒരു പുതിയൊരു സാധനം പോലെയാണ് ആദ്യമേ പോയി വീണത്. ഈ ജീവിതത്തില് മിമിക്രിയും പാട്ടും എപ്പോഴാ തുടങ്ങുന്നത്? ജീവിതത്തിൽ ബ്രോ കൊച്ചിലോട്ട് പള്ളിയിലൊക്കെ ഇങ്ങനെ പാട്ട് മത്സരങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോ പാടും. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ പള്ളിയിലൊക്കെ പാടും. വീട്ടിലാളുകൾ പാടുക? ക്രിസ്ത്യൻ സോങ് പപ്പായൊക്കെ പാടും, പിന്നെ അനിയത്തി പാടും കുറച്ച്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അങ്കിളുമാരൊക്കെ കുറച്ച് അവര് ഈ അക്ഷര ശ്ലോകം പരിപാടിയൊക്കെ വീട്ടിൽ കളിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അവരിങ്ങനെ പാടും. എഡ്വിൻ ഗോമസ്, സന്തോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് നമ്മൾ ഈ ഒരു സാധനം ഇട്ട് തന്നെ. അതെ. ഈ പാട്ട് അല്ലാതെ പാടാറുണ്ടോ? അതായത് മിമിക്രി ബന്ധമല്ലാതെ, മിമിക്രി പെർഫോമൻസ് പാടിയിട്ടുണ്ട് ബ്രോ. അല്ലാതെ പാട്ട് പാടാറുണ്ട്? ഉണ്ട്. മറ്റേ ഓഫീസിലൊക്കെ ബാൻഡ് വരാറുണ്ട്. കൂടുതൽ ഹിന്ദി ഒക്കെ, അങ്ങനെ തമിഴ് സോങ് ഒക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. ഒരാളുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അവരില്ലേ? ഞാൻ അങ്ങനെയല്ല ബ്രോ, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ശ്രദ്ധിച്ച് എഫർട്ട് എടുത്ത് അങ്ങനെ പഠിക്കുന്നില്ല. എനിക്ക് ചിലരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിലോട്ട് കയറുന്ന പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ അങ്ങ് അതിലോട്ട് കയറിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതെനിക്കൊരു എന്റെ ഒരു നെഗറ്റീവ് ആക്ച്വലി. ഒരു പാട്ട് പാടിത്തരും. ഏതാ പറഞ്ഞ ബ്രോ? മിമിക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ആദ്യം സാധാരണ ഒരു പാട്ട് കേൾക്കാം അജിയുടെ, അത് കഴിഞ്ഞ് മിമിക്രി കേൾക്കാം. ഓക്കെ. ഇഷ്ടമുള്ള ഗോ ടു സോങ്, ആര് പറഞ്ഞാലും പെട്ടെന്ന് പാടുന്ന പാട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പാട്ട്. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നെൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി, താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു ശാന്ത സംക്രമഗാനം, ശാന്ത നൊമ്പരമായി. ചുമ്മാ പ്രാക്ടീസ് ഒന്നുമില്ല ബ്രോ, വെറുതെ ഒന്ന് പാടിയതാ. പാട്ട് പഠിച്ചിട്ടില്ല ഒഫീഷ്യലി? ഈ സംഗതികളൊക്കെ എങ്ങനെ കിട്ടുന്നു? ഇല്ല, ഇല്ലില്ല. കുറെ ഓഫീസിലൊക്കെ ഇങ്ങനെ പാടും. കുറെ വർഷമായി, ഇപ്പൊ 13-14 വർഷമായി ഒരു കമ്പനിയിൽ തന്നെ. നമ്മുടെ കൂടെയുള്ള ഗൗതം അങ്ങനെ പോലുള്ള കറക്റ്റ് ചെയ്ത് തരും ഇതിലൊക്കെ പാടുമ്പോ. അവരുടെ കൂടെയൊക്കെ എന്റെ കൂടെ ഉള്ളവരൊക്കെ ആക്ച്വലി പ്രൊഫഷണലി പാടുന്നവരുണ്ട്. ഞാൻ കുറച്ച് ഹിന്ദിയൊക്കെ തമിഴൊക്കെ ഇങ്ങനെ സ്പീഡ് പാട്ടൊക്കെ പാടാറ് നോർമലി. അവര് പാടിക്കോ മോനെന്ന് പറയും, സെറ്റ് ചെയ്ത് തരും. മറ്റേ ശങ്കർ മഹാദേവന്റെയും ഹരിഹരന്റെ ഒക്കെ അതുണ്ട്. ഇപ്പം ഹരിഹരൻ സാറിന്റെ ഒരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലിറിക്സ് എടുക്കണം. പുള്ളിയുടെ മെലഡി ഒന്നും അങ്ങനെ പാടാൻ പറ്റൂല. പുള്ളിയുടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ചില അടിച്ചുപൊളി പാട്ടിൽ, ഇപ്പൊ മറ്റേ സൂര്യയുടെ സിനിമയിലെ ഒരു പാട്ട്, എട്ടിത്തോടും വയത് ഇത് ഒരു വെട്ടുക്കത്തി പോൽ ഇരിക്കും, அதிசயம் என்னவென்றால் அதன் இருபக்கம் கூறியிருக்கும், கனவுக்கு செயல் கொடுத்தால் அந்த சூரியனில் செடி முளைக்கும், புலங்களை அடக்கி வைத்தால் தினம் புது புது சுகம் கிடைக்கும், காலில் குத்தும் மானி உன் ஏனி என்று காமி, பல இன்பம் மல்லி சேர்த்து ஒரு முட்டை கட்டி வாணி வாணி പല പലകിര പകലാനി. ഒരു മോഡുലേഷൻ പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ മലയാളത്തിൽ വാനവില്ല് നീയേ, ചില പാട്ടുകളൊക്കെ അവരുടെ നീയും വാനോ ഒക്കെ നായൊക്കെ വേറെ വേറെ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. സ്പോട്ടിഫൈ ഒക്കെ ഇപ്പോഴല്ലേ വന്നത്, അതിന് മുന്നേ നമ്മൾ ഫുള്ള് ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ ഇരുന്ന് ഉറങ്ങിയൊക്കെ പോകും. അത്രയും പാട്ട് കേൾക്കുന്ന ഉദിത് നാരായണന്റെ പാട്ടുകൾ പാടും. മുമ്പ് പാടുമായിരുന്നു. ഇപ്പൊ മറ്റേ മുന്തിരിപ്പാടൊക്കെ പാടുമായിരുന്നു. ഇപ്പൊ എന്റെ സൗണ്ട് കുറച്ച് ഇതായപ്പോ സോഫ്റ്റ്നെസ് അങ്ങ് പോയി. ശരിക്കും ഞാൻ കോളേജിൽ ചെയ്യുന്ന സാധനമാണ് ഈ മുന്തിരിപ്പാടവും. മുന്തിരിപ്പാടം പൂത്ത് നിക്കണ മുറ്റത്ത് കൊണ്ടോവാം, മുത്ത് പോലെ നിന്ന നെഞ്ചിൽ കാത്ത് വെച്ചോളാം വെച്ചോളാം. ഇത് പക്ഷെ ഇപ്പൊ എന്റെ ആ ഒരു
ഇതൊക്കെ പോയി. പുള്ളിയുടെ വോയിസ് എന്ന് ടെക്സ്ചർ പോയി പറഞ്ഞാൽ കുറച്ച്. ടെക്സ്ചർ പോയി. ഇപ്പം റഹ്മാൻ സാറൊക്കെ പറയുന്നുണ്ട് മാജിക്കൽ വോയിസ് എന്നൊക്കെ പറയും. വോയിസ് മാത്രം അങ്ങനെ പറഞ്ഞു അതെ കേട്ടുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഈ സ്വദേശി ലഗാൻ ഇതിലെ പാട്ടൊക്കെ ഇങ്ങനെ പുള്ളിയുടെ പാട്ട് ഭയങ്കര ഹിന്ദിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷെ പിന്നെ 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 അപ്പൊ വേറെ തമിഴൊക്കെ പാടി വന്നപ്പോഴത്തേക്ക് എനിക്കത് ആ പണ്ടത്തെ ഒരു സുഖം കിട്ടാണ്ടായി. പുള്ളിയുടെ മറ്റേ എങ്കേയോ പാത്ത മയക്കം എപ്പോതോ വാഴ്ന്ന അങ്ങനെയുള്ള തമിഴ് പാട്ടുകളുണ്ട്. ജോ ഭി കസം മിഠായി ദി ഹംനെ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉദിതാണ്ടൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ശബ്ദം ഫുള്ളി മാറി. പുള്ളി എന്റെ കുറച്ചുകൂടെ ഒരു മെച്ചോർഡ്. ജീവിതത്തിൽ അങ്ങനെ ഒരു ഒറ്റ എയിം ഒരു അംബിഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? സിനിമക്കാരനാണോ അല്ല പാട്ടുകാരനാണോ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ ലൈഫിൽ? ഇല്ല ബ്രോ, ഇങ്ങനെ ചുമ്മാ പൊളിച്ചു കിടക്കുക, കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ആ ഓളത്തിനങ്ങ് പോകണം, ഓളത്തിനങ്ങ് പോവാ, EMI ഒക്കെ അടഞ്ഞു പോകണം, പറ്റുവാണെങ്കിൽ കുറച്ച് മിമിക്രി ഒക്കെ ചെയ്യാൻ പറ്റണം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ ബ്രോ. ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയണേ ഇവന് മിമിക്രി ചെയ്യാൻ പറ്റും, കൊള്ളാം, കുഴപ്പമില്ല, ഒരു സ്പോട്ട്ലൈറ്റ് കിട്ടണം, അത്രയൊക്കെ എല്ലാരും മതി. കോളേജിൽ നമുക്കറിയില്ല, കുറച്ച് മെമ്പിളറൊക്കെ നോക്കും, സീനിയേഴ്സ് ഒക്കെ ഒന്ന് വീണ്ടും നമുക്ക് ഒരു വൈബ് പിടിക്കാൻ. കോളേജിൽ അങ്ങനെ ഒരു സ്റ്റാർ ആയിരുന്നോ? ആളുകൾക്ക് സ്റ്റാർ ഒന്നും അല്ല അവന്മാര്, എന്നാൽ റോളും, പക്ഷെ മിമിക്രി ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ല. ആ സമയത്തൊക്കെ ചെയ്യും. ഞാൻ സ്ഥിരം മറ്റേ പണ്ട് ലാലിന്റെ ഒക്കെ ബ്ലാക്കിലെ ഡയലോഗ് ഒക്കെ ഫുള്ള് ഒറ്റ സ്ട്രെച്ചിൽ പറയുമായിരുന്നു. ഈ പറഞ്ഞ പീതാർന്ന് കൂരത്തെ കുട്ടിക്ക് അത്ര ഉണങ്ങുമ്പോ കൈ കരുതാറത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മവിശ്വാസം, അധികാരം. എനിക്ക് ലഹരി അധികാരമായിരുന്നു, കൊല്ലാൻ, ശിക്ഷിക്കാൻ. ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യജീവിന്റെ തലമുറ മാറ്റാൻ കഴിയുന്ന അധികാരത്തിന് ലഹരി. എന്നെ നീ ഇതെല്ലാം നിർത്തിട്ട് പോവാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡേവിഡ് കാർലോസ് എന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ബോർഡ് വെക്കണോ? ഇതിങ്ങനെ കോളേജില് കുറെ പയ്യന്മാരിങ്ങനെ ഒരുത്തനെ വില്ലനായിട്ട് വെച്ച് തരും. റഹ്മാന് ജൂനിയർ പയ്യന്മാർ, അവരുടെ പേര് രാഹുല്, രാജു, നമ്മുടെ പയ്യന്മാര്. അവന്മാർ ഒരുത്തനെ വെക്കുക. അപ്പൊ ഞാൻ അവിടെ കിട്ടുന്ന ഒരു കമ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവന്മാർക്ക് ഒരു ഹരം, എനിക്കൊരു ഹരം, വേദനിപ്പിക്കുമ്പോൾ ഒരു ഹരം. എന്നിട്ട് ഒരുത്തനെ ശരിക്ക് കുത്തി വേദനിപ്പിച്ചിട്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിന്റെ ഈ പോക്ക് അതിന് വേണ്ട. യു ആർ ഡിസ്പെസ്ഡ്. കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് എന്റെ പേറിയണ്ടേ? ഡേവിഡ് കാർലോസ് പണവീടൻ. കാരമുള്ളിന്റെ ആസക്തികൾ മച്ചത്തേടിയത് പ്രാണനോ? ഈ സാരം അടിച്ചു വിട്ടിട്ട് ചുമ്മാ ഒന്ന് രോഹിച്ചിട്ട് വിടും. പക്ഷെ അന്ന് ഈ ലാൽ സാറിന്റെ ജംഗിളി റമ്മി ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പം മുതലേ പുള്ളിയുടെ ശബ്ദം മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ മിമിക്രിക്കാരും ബാക്കിയോട് ഉപയോഗിക്കാൻ തുടങ്ങി? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, പുള്ളി ഇങ്ങനെ കുറെ പേരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, അതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, വികലമാക്കും. ഞാനും ട്രോളാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, സാറിന്റെ കൂടെ ഒരു പരിപാടി, ഒരു പാട്ട് ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ സ്റ്റേജിൽ പറഞ്ഞ് പാടിയിട്ടുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര റീച്ച് ആയിരുന്നു ആ സമയത്ത്. ഹോട്ട്സ്റ്റാറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ അജി സ്റ്റീൽ ദ ഷോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു 4 എപ്പിസോഡിൽ അതുപോലെ. സോ അപ്പൊ ലാൽ സാറിന്റെ കൂടെ എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. പുള്ളി എന്തെങ്കിലും കാണുമ്പോഴൊക്കെ നമ്മള് ഇല്ലില്ല, നമ്മള് പ്ലസ് 2 തൊട്ട് അറിയാവുന്നതാണ്. അങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് ഈ അധികം ആളുകൾ ഉപയോഗിക്കാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, പക്ഷേ ഇന്ദ്രജിത്ത്, അവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ എന്താ റീസൺ? അത് അവരെ ചെയ്താൽ ശ്രദ്ധിക്കപ്പെടും, അത് തന്നെയാണോ? അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ നമുക്ക് അതൊരു റീസൺ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോമൺ ആൾക്കാർ ഉണ്ട്. പിന്നെ പിച്ച് ഉണ്ടല്ലോ ബ്രോ. ഇപ്പൊ ചിലർക്ക് ഈ പൃഥ്വിരാജിനൊക്കെ മാത്രമായിരിക്കും ഒരു ഹൈ പിച്ച് പറ്റുക. ഇപ്പൊ മിന്നൽ വള സോങ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആ പാട്ട് വേറെ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ആളുകൾ വിചാരിക്കും ഇവൻ എന്താ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ കാരണം എന്ന് വെച്ചാൽ ഈ പിച്ച് പിടിക്കാൻ വേണ്ടിയാണ് അത്. മിന്നൽ വള സോങ് പൃഥ്വിരാജ് പാടിയാൽ അങ്ങനെ ഇരിക്കും. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുളഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുളഞ്ഞു, ഉള്ളിലൊതിച്ചൊരു മോഹമെല്ലാം കള്ളത്തരത്തിന്റെ തുള്ളികളായി, കണ്ട നേരം കണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അപ്പൊ പിച്ചും ഒരു സാധനം കിട്ടുന്നത് ചിലപ്പോ പൃഥ്വിരാജനായിരിക്കും. ഞാനിപ്പോ തമിഴൊക്കെ പാടിയാലും ഇടയ്ക്ക് പൃഥ്വിരാജനെ കൊണ്ടുവരാറുണ്ട്. തമിഴൊക്കെ ചില സമയത്ത് കനിമ സോങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ പൃഥ്വിരാജിനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഈ ഹബീബി, അതിനകത്ത് ബൈജു ചേട്ടനെ കൊണ്ടുവന്നു. ഹബീബി ഹബീബി നമ്മുടെ ബീബി കലിവൊത്തൊരു ബീബി പീസായൊരു ബീബി. അത് കഴിഞ്ഞിട്ട് നേരെ ബാബു നമ്പൂതിരി, കലാക്കില ലുക്കവതാരെ ഉടുക്കാൻ ബർബറിയാണ് വരെ വരെ സാക്ഷി അതാണ്
ഇതൊക്കെ പാടാൻ വന്നിട്ട് നമ്മള് ഒരു പോർഷൻ എത്തുമ്പോ പൊക്കണം. ദിനാറിന്റെ പായിൽ ഇരുന്നാണ് തൂക്കും, മസറാട്ടി കൂട്ടിൽ ഇരുന്നാണ് പോക്കും. ആ പിച്ച് പിടിക്കണമെന്നുണ്ടെങ്കില് രാജു സാറിനെ കൊണ്ടുവന്നേ പറ്റൂ. അതാണ് പ്രശ്നം. അല്ല നമ്മള് റിപ്പീറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വമല്ല, ചില ശബ്ദങ്ങൾ ഭയങ്കര പാടാം. ഞാനേ തമിഴില് പോലും ആളുകൾ വളരെ റയർ ആയിട്ട് ചെയ്യുന്ന, എന്നാൽ വളരെ പോപ്പുലർ ആണ് മനുഷ്യൻ, ചിമ്പുവിന്റെ സൗണ്ട് ചെയ്യുന്നത് ഞാൻ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ബ്രോ, നമ്മള് 2009-10 സമയത്തൊക്കെ ഞാൻ ചിമ്പു തരംഗം ബാംഗ്ലൂർ ഇങ്ങനെ ചിമ്പു തരംഗം വരുന്നുള്ളൂ. ആ സമയത്താണ് എണ്ണീത്താണ്ടി വരുവായി അവിടെ ഫസ്റ്റ് പടം തിയേറ്ററിൽ പോയി. ഈ ഹരിചേരൊക്കെ ഭയങ്കര ക്രൈസ്. അപ്പൊ അന്ന് തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഈ പടം ആ സാധനം അങ്ങനെ അങ്ങ് മനസ്സിൽ വന്നതാണ്. எனக்கு 50 ஆகும் போது உனக்கு 59 ஆகும், அப்ப நீ ஒத்துக்குமா? அப்ப இதுல அர்த்தம் ஜெஸ்ஸி, உலகத்துல எவ்வளவு பசங்க இருந்தது, ஏன்னா ഉണ്ണ ലവ് பண்ண ജെസ്സി, ഇതുപോലത്തെ സാധനങ്ങളുണ്ടല്ലോ. അത് പിന്നെ കുറെ പാട്ടുകളിലൊക്കെ ക്ലൈമാക്സ് ഡയലോഗ് അറിയായിരുന്നു, കാത്തിലുള്ള ജെസ്സി, നമ്മളെ திருப்பணும், நம்ம 2 பேருக்குள்ள இருந்து வாஸ் ஜஸ்ட் மேஜிக்கல் ஜெஸ்ஸி, உங்களால തന്നെ இந்த பட்டமே ആ ഒരു ഇമോഷൻസ് ഒക്കെ നമ്മളത് തമ്പി പടത്തോட പേര് ജെസ്സി ജെസ്സിന്ന് തന്നെ മറ്റേ കൂടെയുള്ള പുള്ളിയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണാതെ പഠിക്കുന്നതല്ല. ചിലപ്പോ നമ്മുടെ സൗണ്ട് ഇത് ആവണമെന്നില്ല, ബട്ട് നമ്മളത് ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്രത്തോളം സിനിമകൾ കണ്ടിട്ട് കിട്ടുന്നതാ. അപ്പൊ ഒരാൾ വന്നിട്ട് സൗണ്ട് ശരിയായെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു മിമിക്രി മാത്രമല്ല, ഇതൊരു ഓളം. ഇപ്പൊ നമ്മള് കാര്യമായിട്ട് മിമിക്രി ചെയ്തിട്ട് ഇത് വേറെ ഇയാളാണല്ലേ പറഞ്ഞത് നന്നായി, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഹേർട്ട് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? അതൊക്കെ വരും ബ്രോ. ചിലപ്പോ നല്ല മൂഡ് അനുസരിച്ച് ഇപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഓക്കെ ബ്രോ, ഇനി ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, താങ്ക്സ് ഫോർ യുവർ ഫീഡ്ബാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് നമുക്കൊരു വൈസ് വേഴ്സ ഓൾസോ പോസിബിൾ. ഒട്ടും വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ചു ചോദിക്കാറുണ്ട്, ജീവിച്ചു പോട്ടടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാഷ്വലി. എനിക്കൊരു പാട്ട് ഫുൾ ലെങ്ത് ഏതെങ്കിലും എടുത്ത് പാടി കേൾപ്പിക്കാം. മിമിക്സ് ആണോ ബ്രോ? അപ്പൊ നമ്മുടെ സർവമായ സിനിമയിലെ വെള്ളാരത്താരം സോങ് പാടാണ്. അപ്പൊ അതിനകത്ത് ആദ്യം ഇന്ദ്രജിത്ത്, അജു വർഗീസ്, മുരളി ഗോപി, പൃഥ്വിരാജ്, നമ്മുടെ സുരേഷ് ഗോപി, ആ ഒരു ഓർഡറിനാണ് പോകുന്നത്. ഓക്കെ, ഞാനത് ലിറിക്സ് ഒന്ന് മറന്നുപോയിരിക്കാൻ. വെള്ളാരത്താരം പെണ്ണിൽ തേവാരം നോക്കുന്നേ, തുമ്പിൽ മന്ദം മന്ദം ചൊല്ലി പൂക്കുന്നീനത്തിൽ, മഞ്ഞേടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ, ഓരോന്നായി എണ്ണിക്കൊണ്ട് ഈറൻ മാറ്റി ശീലങ്ങൾ, കാണാതെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ, നാരായ തൊഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നെ തന്നെ നിന്നെ തന്നെ. ഇത് ഒരു ക്ലോഷർ കൊടുക്കുകയും ചെയ്യൂലേ, അവസാനം പൊട്ടിക്കലുണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു ഫണ്ണി സാധനം വേണം. ഇപ്പൊ ഈ കനിമ സോങ് ചെയ്യുമ്പോഴത്തേക്ക് അവസാനം സിംബുവിനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇങ്ങനെ ആത്തി സന്തനക്കട്ട ആട്ടം തൊമ്മനക്കട്ട ആത്തി തൊട്ടത് പട്ടാസേം ഈ സാധനം ചെയ്യും. അപ്പം തമിഴന്മാരൊന്ന് ഡേ പൊറുക്കി എതുക്കടാ സിംബു പണ്ണുമ്പോൾ ഇപ്പടി മൂഞ്ചി വെക്കറേ, ഭയങ്കര സ്നേഹമാ. പക്ഷെ എന്നാലും നമുക്കറിയാം ഇങ്ങനെ അല്ല പുള്ളി പെരുമാറുന്നത്, ഒരു കാരിക്കേച്ചർ സെറ്റപ്പിലൊന്നും ചെയ്യുന്നത്. ഈ സന്തോഷ് വർക്കിയെ ഒരു ഏത് പോയിന്റില് ഉപയോഗിക്കാന്ന കുറച്ചുകൂടി? എല്ലാ പോയിന്റിലും ഉപയോഗിക്കും. പുള്ളി എന്റെ നമ്മളെ ഊക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിലും നമ്മൾ വിടാറില്ല. ഏത് ചോയ്സിൽ വേണമെങ്കിലും ഉപയോഗിക്കും. പുള്ളിയുടെ ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ, 6 വന്നിട്ട് പറയുവാണ് F=ma, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് ഫോഴ്സ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് മാഷാണ്, ആക്സിലറേഷൻ ഉണ്ട്, ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടുന്നു, ആക്സിലറേഷൻ കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു. ഈ എല്ലാ സാധനത്തിനകത്തും പുള്ളിയെ കൊണ്ട് വെക്കാറുണ്ട്. അത് നോർമൽ സാധനമാണ്. മറ്റേ രാവിലെ ഒരു കരിങ്കാളി അല്ലേ ആ സാധനം വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മറന്നുപോയി സാധനം കണ്ടത്. പുള്ളിയെ സ്ഥിരം ഉപയോഗിക്കാറുണ്ടോ ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ?
എങ്ങനെയായാലും വർക്ക് ആവണം. വർക്കാവുന്നൊരു മനുഷ്യൻ ഏറ്റവും പാവം. അധികം പഠിക്കാൻ ടഫായിട്ട് തോന്നിയ വോയിസ് ഏതായിരുന്നു? ശ്രമം പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചിട്ടുള്ളത്? ലാലേട്ടനാണ് ബ്രോ നമുക്ക് ഒരിക്കലും അത് ഒരു ഒപ്റ്റിമം സാധനം ആർക്കും പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാറില്ല. ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാ. അപ്പം വിത്ത് റെസ്പെക്ട് വിത്ത് സ്നേഹം അങ്ങനെ ചെറിയ അല്ല, പക്ഷെ കുറെ ആളുകൾ അത് അനുകരിക്കുന്നുണ്ടല്ലോ. എന്താ മോനെ അങ്ങനെ ഒരു എന്താ മോനെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ലാലേട്ടൻ ആവണം. കുറെ പേരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതിപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും ഇവരുടെ വോയിസ് ഒക്കെ ഇങ്ങനെ മാറി വരികയല്ലേ ബ്രോ. കുറച്ച് ബേസ് കയറി വരുമ്പം ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ജഗദീഷ് ഏട്ടന്റെ വോയിസ് വളരെ റെയർ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഫാലിമി സിനിമയിലൊക്കെ വളരെ ഇതായിട്ട് അപ്പൊ പുള്ളി ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്ന്. കഴിയാറില്ല. കൊല്ലാനും മോട്ടിക്കാനൊന്നും പോയിട്ടില്ല. കാശുണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു കച്ചവടം നടത്തി പൂട്ടിപ്പോയ കുടുംബത്തെ തന്നെ മാറ്റിപ്പോടെ ഈ സാധനം. അതുപോലെ പണ്ടത്തെ സ്ഥിരം ജഗദീഷ് ചേട്ടൻ വോയിസ് അല്ലേ? പണ്ട് ആ ജഗദീഷ് വോയിസ് വേണ്ട, അത് വേണ്ടാന്ന് എന്താ തീരുമാനിച്ച? ഇതാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് മോഡുലേഷൻ ഇതാണ്. ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. മറ്റേ ഇപ്പൊ മാർക്ക് വരാണെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എനി ടൈം. കുറച്ചുകൂടെ സീരിയസ് ആയി പുള്ളി. ജഗദീഷ് ചേട്ടന്റെ വോയിസ് അങ്ങനെയാണ് ഡെലിവർ ആവുന്ന പോലെ എനിക്ക് തോന്നാറ്. ഈ ഇപ്പൊ വിജയ് മേനോൻ ഉണ്ടല്ലോ, ഇപ്പൊ ഇത് മറ്റേ താനൂർക്ക് ചക്ക തിന്നാൻ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയത്. ഈ വിജയ് മേനോൻ ഡബ് ചെയ്യുന്ന വോയിസും കൂടി ചെയ്യാം. വിജയ് മേനോന്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് എനിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാൻ വിചാരിച്ചത്. പുള്ളി ഭയങ്കര ഒരു ആക്റ്റീവ് ആണല്ലോ. ഇങ്ങനെ പോയി കാണിക്കുന്ന സ്ക്രീനിൽ വെച്ച കിടലം മനുഷ്യനാണ്. ഫുൾ ഓഫ് എനർജി. എൻക്വിസ്റ്റ് നടന്ന സമയത്ത് അവനെ അറിയിക്കണമെന്ന് അയാളെ മാത്രം. ഫ്രണ്ടിൽ നിന്നും ഒരു ഫ്ലാഷ് ഷോട്ട്, മെഡലോ ബ്ലാങ്കറ്റിൽ നിന്നും ഒരു മാസീവ് ചോപ്പ്, ദാറ്റ് ഫിനിഷ് ഹിം. ഈ രീതിക്കൊക്കെ പുള്ളി സൗണ്ട് ബേബി ഇതായിരിക്കില്ല, പക്ഷെ ആ എനർജി പുള്ളി കൊണ്ടുവരുന്ന ഇതാണ്. ഇത് പുള്ളി പക്ഷെ നരേന്ദ്ര ഷെട്ടിക്ക് ഒക്കെ പുള്ളി ഡബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പുള്ളി വന്നിട്ട് റഹിം ഹാജി കൊലക്കേസ് പോലീസ് അതിസാഹസികമായി തെളിയിച്ചു. കൊല ചെയ്ത ചക്രപാണി പോലീസ് പിടിയിൽ. ഹാജിയാരെ കൊന്നു തള്ളിയ ഞാൻ വെളിയിൽ. യു കാൺ ടച്ച് മീ. ആ ഒരു രീതിക്ക് പറയും. എന്നിട്ട് അതുപോലെ അവസാനം എന്നിട്ട് പറയുന്ന വെച്ചാൽ മുഹമ്മദ് സർക്കാർ നരേന്ദ്ര ഷെട്ടിക്ക് പറ്റിയ ഒരു പ്ലേമേറ്റ് അല്ല കുട്ടി. ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ആ പുള്ളി തന്നെയാണ് ഇതിന് ലുക്ക് മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പല സീനിലും വരാറുണ്ട്. സൗണ്ട് കുറച്ച് റെഡിയാക്കണം തുടങ്ങിയ ഇന്നലെ ഒന്ന് കിട്ടിയതുള്ളൂ. എപ്പോഴെങ്കിലും ഒരു ഡബിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടോ? എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഞാൻ മുമ്പ് ഒരുപാട് സ്പോട്ട് ഡബ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഇത് ഫോർ എക്സാമ്പിൾ മുരളി ഗോപിയുടെ ഒക്കെ അടുത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ഒരു ഫുള്ളെങ്കിൽ ഡയലോഗ്, സഖാവിന്റെ മകന്റെ ബർമിംഗ്ഹാമിലെ കോഴ്സ് കഴിഞ്ഞു, പ്രധാന വിഷയങ്ങളുള്ള അവന്റെ പ്രകടനം മോശമായിരുന്നതും രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു സഖാവ് ഒരു കത്തയച്ചു ഒരു സായിപ്പിന്. 2009 ഓർമ്മയുണ്ടോ? സഖാവ് ലണ്ടനിൽ പോയി ബിഗ് ബൻ കണ്ടു, മാക്സിന്റെ ശവോടിനം കണ്ടു, ഹേറോൾഡ് ഷേക്സ്പിയറിന്റെ വീട് കണ്ടു. ഈ സാധനമൊക്കെ ഞാൻ ഫുള്ള് ആ ഒറ്റ സ്ട്രെച്ചിന് ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ ദൃശ്യം സിനിമയില് പുള്ളി മാറ്റിയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലൈമാക്സ് ഈ മറ്റേ സായി കുമാറിന്റെ അടുത്ത് ചോദിക്കുന്ന ഭയങ്കര ദേഷ്യം. എന്നിട്ട് ജഡ്ജിയുടെ മുന്നിൽ ഇപ്പൊ ബ്രോ ജഡ്ജി ആണെങ്കിൽ ലെറ്റ് മീ ടെൽ യു സംതിങ് ഫ്രണ്ട് ടു ഫ്രണ്ട്. യാതൊരുവിധ സിസ്റ്റമിക് സപ്പോർട്ടും കൂടാതെയാണ് നമ്മൾ ഈ കേസ് അന്വേഷിച്ചത്. താങ്ക്സ് ടു ഓൾ ഓഫ് us. ദാറ്റ് മാൻ ഇസ് എ ക്ലാസിക് ക്രിമിനൽ ആൻഡ് ഇസ് സ്കോട്ട് ഫ്രീ നൗ. ഈ രീതിയിലുള്ള സാധനങ്ങൾ. പിന്നെ ഗീതാ പ്രഭാകരന്റെ അടുത്ത് വന്നിട്ട് അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാൾ. നമുക്ക് ജയിക്കാനാവില്ല, നമുക്കിത് എവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ. ഈ ദൃശ്യം 3 വരാൻ പോവാണ്. ഞാൻ പറയാം ഭയങ്കര ഇഷ്ടമാണ് മുരളി ഗോപി സാർ. ചില കണ്ണു വെച്ചുള്ള പരിപാടികളും എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ വണ്ടടിച്ചു. പുള്ളി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പുള്ളിയുടെ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കും ഒരു വോയിസ് പുള്ളി ഒന്ന് അയച്ചു കൊടുത്താൽ പുള്ളി എപ്പോഴെങ്കിലും, പക്ഷെ പുള്ളി ഭയങ്കര ബിസി മനുഷ്യനാന്ന് തോന്നുന്നു. ആ ഒരു ഇതുകൊണ്ട് നമ്മളധികം പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യൻ മുരളി ഗോപി സാർ. ഇപ്പൊ സിംഗേഴ്സിന്റെ വോയിസിൽ ഏറ്റവും അധികം ഇഷ്ടം തോന്നിയ വോയിസ് ആരുടെ? ഏറ്റവും അധികം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന? ഷാബാസ് അമൻ സാറിന്റെ വോയിസ് ഞാൻ പല സോങ്ങുകൾ ചെയ്തിട്ടുണ്ട്. കായലിനരികെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും കിട്ടാത്ത ഒരു പോസിറ്റീവ് മാത്രം കിട്ടിയ ഒരു സാധനമായിരുന്നു. ഇപ്പൊ പുള്ളിയുടെ ഒരു പാട്ട് ഞാൻ വേണമെങ്കിൽ പാടാം. പാടി ഞാൻ മൂളക്കമാലേ ഒരു പാട്ട് തന്നാലേ
നോക്കി നീ വാതിൽ കലാലെ ഒരു നോട്ടം തന്നാലെ രസം കേറുന്നേ കൊതിയൂറുന്നേ നീറുന്നേ ഈ പ്രേമത്തള്ളാലേ കുന്നോളം കിനാവിനോളം. ഭയങ്കര പുള്ളിയുടെ ഇഷ്ടമാണ്. കൂടുതൽ ഷഹബാസ് അറിയോ ഇങ്ങനെ ഒരാള് അറിയില്ലായിരിക്കും ബ്രോ, നമ്മള് ചെയ്യുന്നൊന്നും അങ്ങനെ. ഈ സെലിബ്രിറ്റീസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ബൈജു ചേട്ടനാണ് എനിക്ക് സ്ഥിരമായിട്ട് ഒരു റിപ്ലൈ ഒക്കെ തരാറുള്ളത്. നമ്മളെ റിപ്ലൈ പുള്ളി കമന്റ് ഒക്കെ വന്നിടാറുണ്ട്. പുള്ളി എന്തെങ്കിലും പുള്ളിയുടെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം തരാം. ഞാൻ ബൈജു ചേട്ടനായിട്ട് ഇരിക്കാം. ആണോ? ബൈജു ചേട്ടൻ പൊതുവിൽ എല്ലാവരും ഒരു തഗ് ലൈഫ് റിപ്ലൈ മാത്രം തരുന്ന ഒരാളാണ്. നിന്റെ കാര്യം നോക്ക്, തഗ് അടിക്കണോ വിഗ് അടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ഇതായിരിക്കും പുള്ളി. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഊക്കുന്ന രീതിയും ഒരു സ്റ്റാൻഡേർഡ് ക്ലാസിക്കൽ ടെംപ്ലേറ്റിലായിരിക്കും. തഗ് ലൈഫിന്റെ ഒരു മന്നനാണ് പുള്ളി. തഗ് ഭയങ്കര സ്പോണ്ടേനിയസ് അല്ലേ, അടിച്ചു വിടുക അങ്ങനെ. ഇപ്പൊ നിലവിൽ ആരുടെയൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന വോയിസ് ഞാൻ പറഞ്ഞില്ല ബ്രോ, വിജയ് മേനോനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിജയ് CM അദ്ദേഹം ഇങ്ങനെ വന്ന സമയത്ത് അതിനെപ്പറ്റി പ്രകാശ് രാജ്, കമൽഹാസൻ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തായിരുന്നു. സത്യരാജിന്റെ വോയിസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വരികയാണ് വിജയ് എന്നൊക്കെ പറഞ്ഞ ഒരു സൗണ്ട് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വരണം. അപ്പൊ ഇവര് വന്നിട്ട് വിജയെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും വിജയ് CM ആയതും വെച്ചിട്ട് ഒരു റീല് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കാം. പ്രകാശ് രാജ് വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്ന மற்றேதான ஒரு டாக்டர் ஆகலாம், என்ஜினியர் ஆகலாம், எல்லாமே சினிமையில பாசிபிள். ஆனால் அரசியலில் உன்னால பண்ண முடியுமா? ഈ രീതിയിലുള്ള ഡയലോഗ്. யாருக்காவது ஒரு சொசைட்டில நீ வந்து முன்னில் நின்றுருக்கியா? திரையில தான் உன்னை பிடிக்கும், அரசியல்ல பிடிக்காது. ഈ രീതിക്കുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചല്ലോ അങ്ങനെയുള്ള കുറെ സാധനങ്ങള്. വിജയ് ഭയങ്കര വികാരമാണല്ലേ? വിജയ് എല്ലാവർക്കും വികാരമാണല്ലോ ബ്രോ. എന്റെ പെങ്ങള് നേർച്ചയൊക്കെ കേട്ടു. സീരിയസ്ലി, ചുമ്മാ പറയുന്നില്ല, അത് ജോക്കാന്ന് വിചാരിക്കും. പുള്ളിക്കാരത്തി ഷെഡിയിലൊക്കെ പോയി നേർന്നു. എന്റെ പാർട്ണറിന്റെ കസിൻ ഇതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. ചാറ്റ് GPT നോക്കിയിട്ടാണ് ഈ വിജയുടെ നക്ഷത്രമൊക്കെ മനസ്സിലാക്കിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്ക് ക്രേസ് ഉണ്ട് ആ മനുഷ്യനോട്. വിജയുടെ സൗണ്ട് ചീറിപ്പോകും ബ്രോ. പറയില്ല. അപ്പം ഞാൻ ചിലപ്പോ മറ്റേ അജിത്തിന്റെ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഡേയ് പങ്കാളി ആ സാധനം. ഡേയ് പങ്കാളി അല്ല, പണ്ടത്തെ നമ്മുടെ അമർക്കളം മറ്റേ മങ്കാത്തലൊക്കെ. ഡേ പണം ഇരുന്നാ 1000 പൊണ്ടാട്ടി വാങ്ങിക്കലാണ്ടാ ഡേ കണ്ണാ, ഡേ 500 കോടിടാ പോനാ വരുമാ, ആ ഒരു സാധനമില്ലേ, അതൊക്കെ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്കാതൊക്കെ ക്രൈസ് ആയി നിന്ന സമയത്ത് ഉള്ള സാധനമാണ്. അപ്പം അത് പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോ ചെറിയ കോൾഡ് ഉണ്ട്. അപ്പൊ വീണ്ടും ഷാറുഖ് ഖാന്റെ വോയിസ് ഒരു കേട്ടിട്ടുണ്ട്. ഡോൺ 2 ഒരു ട്രെയിലർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡയലോഗ് ഞാൻ പറയാം. मेरे दुश्मन समझ रहे थे कि मैं अब कभी लौट कर ना आऊंगा, एक गुमनामी का समुंदर है, उसमें ही जाके डूब जाऊंगा, बाकी है मेरी कहानी है, सारी दुनिया को जो सुनानी है, मुझे पहचाना, आ रहा हूँ पलट के, मैं हूँ डॉन. ഇതുമെല്ലാം പറഞ്ഞ പോലെ ട്രെയിലറൊക്കെ കണ്ട് നമ്മള് ഈ കമൽഹാസന്റെ വേരിയേഷൻസ് കമൽഹാസന്റെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് പുള്ളിയുടെ പാട്ടൊക്കെ ഞാൻ മറ്റേ ഇടയ്ക്ക് പാടിയിരുന്നു. അപ്പൊ പുള്ളിയുടെ മാത്രം ഇൻഡിവിജ്വലി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സീരിയസ് ആയിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ വിക്രത്തിനകത്ത്, இந்த ட்ரக்கோட எஃபெக்ட் என்னன்னு தெரியுமா? நேற்று வெத்தலை பாக்கு புகையில அதோட பார்டர் வெர்ஷன் நினைச்சிட்டு இருக்கீங்களா? நோ, எப்படியே போயிடுச்சுன்னா குரங்க மாறிடும் சார். குரங்குன்னா என்ன தெரியும்? மல்டிப்ளை, ப்ரோலிஃபரேட். அக்கா தெரியாது, அம்மா தெரியாது, തങ്കച്ചിയും தெரியாது. അതുവാ നാമ ആ ഉള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ പുള്ളിയുടെ മറ്റേ ഇതിനകത്തുള്ള പാട്ടുള്ള യാറോ ഇവൻ യാറോ സ്വന്തം യാർവാൻ ഇവനോ, ആ ഒരു പാട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് റീലായിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും മിമിക്രി ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കണം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്, ഭയങ്കരമായിട്ടുണ്ട് ബ്രോ. നമുക്ക് ഓൾവേസ് ഈ വൈബടിച്ച് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അതൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് ബ്രോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ
അപ്രോച്ചബിൾ ആവണില്ല. നമുക്ക് ഇങ്ങനെ ഒരു റെഡി ഫോർ ഗെയിം, അതാ ഞാൻ പറയാനുള്ളത്. ഓപ്പൺ ടു വർക്ക്. എടാ ബെൻസേ, മറ്റേ ബിനു ബാബു പറയുന്ന പോലെ പറഞ്ഞോളെ, എടാ ബെൻസേ, നമ്മുടെ വാരിക്കുഴിപ്പെട്ട ഒറ്റയാനാണ് നീ, നിന്നെ ഞങ്ങള് കൊല്ലൂടാ പറയുന്ന പോലെ പ്രോഗ്രാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ. സിനിമ എപ്പോഴായിരുന്നു സ്വപ്നമുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ? ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി അഭിനയം വിചാരിക്കുന്ന പരിപാടിയല്ല, മര്യാദയ്ക്ക് നിൽക്കാം. അതുകൊണ്ട് പിന്നെ ചെയ്തില്ല ബ്രോ. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട്. അഭിനയം വേറൊരു കലയാണല്ലോ. പാട്ടുകാരനാവണോ അങ്ങനെയും ആഗ്രഹിച്ചില്ല? മിമിക്രി ചെയ്യണമെന്നുണ്ട്. വളരെ വെറൈറ്റി, ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ, വെറൈറ്റി സംഭവങ്ങൾ, കുറച്ചുകൂടെ ഇപ്പൊ ചെയ്യുന്ന ഒരു അമച്വർ സെറ്റപ്പ് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ രീതിയിൽ സീരിയസ് വോയിസ് ആക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. വോയിസ് ആക്ടർ അത് വെച്ചിട്ട് എങ്ങനെ എന്റർടൈൻ ചെയ്യാം, കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങൾ, സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള വിമർശിക്കൽ, പൊളിറ്റീഷ്യൻസിനെ വിമർശിക്കൽ, അത് എല്ലാ കാലവും സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. അതെ അതെ. എനിക്ക് അങ്ങനെ ഒരു ക്രിട്ടിസൈസിങ് ആ ഒരു എന്താ വെച്ചാൽ ഒരുപാട് ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് ഒരുപാട്. ഇനി അപ്പൊ ഇതിന്റെ ഒരു ഭാവിയായിട്ട് എന്തൊക്കെയാണ്, ഭാവിയിലത്തെ പ്ലാൻസ് എന്താ? എനിക്ക് ഒരുപാട് സ്റ്റേജസ് ചെയ്യണമെന്നുണ്ട്. ഓൺ സ്റ്റേജ് ഒരുപാട് വർക്കിനൊപ്പം ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ഇത്. ബ്രോ പറഞ്ഞ പോലെ എല്ലാവരും പോലെ സിനിമയിലൊക്കെ തല കാണിക്കണമെന്നുണ്ട്. നമ്മളങ്ങനെ പറയാതിരുന്ന വളരെ മോശമായി പോകും. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഏതെങ്കിലും നമുക്ക് പറ്റുന്ന റോൾസ്. സ്റ്റാൻഡപ്പ് കോമഡി അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മളെ എഡ്യൂക്കേഷൻസിലൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ടാവില്ലേ, ഇപ്പൊ പല പല ഫോർമുലാസ്, പല കാര്യങ്ങൾ, അതൊക്കെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് മിമിക്സിലൂടെ ചെയ്യണമെന്നുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊരു ഒരു സ്കിറ്റ് ചെയ്യുന്ന പോലെ, ഒരു പരിപാടി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ മാക്സിമം കാണണമെന്നുണ്ട്. അപ്പോ ഒരുപാട് സന്തോഷം. ഇത്ര കുറഞ്ഞ സമയത്തിൽ ഇത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ബ്രോയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഓടി ബ്രോ വിളിക്കുമ്പോൾ ഭയങ്കര താല്പര്യത്തോടു കൂടിയാ വന്നത്. റിയലി ഭയങ്കര, ഞാൻ ഇപ്പോഴും ഭയങ്കര അമ്യൂസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഒരു കളരി ഗുരുക്കൾ കൂടി വരുന്നുണ്ട്. കളരി ഗുരുക്കളോ? കളരി കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് മനോജ് കെ ഓർമ്മ വന്നു. നമ്മുടെ ദിഗംബരനായിട്ടൊക്കെ വന്നിട്ട്, നിന്റെ കാഴ്ചക്കാരെടുത്തിട്ടും 18 അടവുകളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ, എന്താണ് നിനക്ക് വേണ്ടത്? നിന്റെ അഭ്യാസങ്ങളും ആ പുറങ്ങളും ഒന്നും എനിക്കറിയില്ല, എന്നെ വെറുതെ വിട്ടുകൂടെ? ഇതേ ആള് വന്നിട്ട് മറ്റേ രാജമാണിക്യത്തിൽ വന്നിട്ട്, തൊലയ്ക്കും ഞാൻ, നശിച്ചവരാ ഞാൻ, നശിപ്പിക്കും ഞാൻ. അതുപോലെ തന്നെ പുള്ളി ഒരു ലൈവ് വോയിസ് നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് ഇപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ട്, ഞാനും മമ്മൂക്കയും കൂടെ ഒരിക്കൽ ദുബായിൽ ഫ്ലൈറ്റിൽ പോയിട്ട് വന്നപ്പോ ഈ രീതിക്കാരി പുള്ളിയുടെ ലൈവ് വോയിസ് ഇതുകൂടെ കാണിച്ചിട്ട് ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് വോയിസസ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ജിം ക്യാരിക്കൊക്കെ അവിടെ ആ രീതിയിൽ ഭയങ്കര ഫോളോയിങ് ഉണ്ട്. ആസ് എ വോയിസ് ആക്ടർ ഭയങ്കര ഫോളോയിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ വിക്രത്തിനൊക്കെ തമിഴിൽ ആസ് എ വോയിസ് ആർട്ടിസ്റ്റ് കൂടി വലിയ ഫോളോയിങ് ഉണ്ട്. ആ വിധത്തിൽ ഒക്കെ അജി ശ്രദ്ധിക്കപ്പെടട്ടെ, നോട്ടീസ് ചെയ്യപ്പെടട്ടെ, ഒരു ഐഡന്റിറ്റി ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് ദൂരം അങ്ങനെ തന്നെ പോട്ടെ. വിഷ് യു ഓൾ ഗുഡ്. താങ്ക് യു സോ മച്ച്.